കെ പി സുധീര എം ഡിയെക്കുറിച്ച് സമീപകാലത്ത് ഒരു പുസ്തകം പ്രസാദനം ചെയ്ത എം ഡിയെക്കുറിച്ച് എഴുതിയ കെ പി സുധീര സംസാരിക്കുന്നു. 1600 കഥകളിൽ നിന്ന് എൻ്റെ കഥ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് എം ടി എനിക്ക് അന്ന് ഇതായിരുന്നു മെയ് ആണ്, അന്ന് കത്തല്ല, എനിക്ക് ടെലഗ്രാമാണ് അയച്ചത്. അപ്പോൾ അത് അങ്ങനെ അവാർഡ് വാങ്ങാൻ വരണം. പിന്നെ എം ടി എനിക്ക് കത്തെഴുതി ഉള്ളിലെ കണ്ണൽ കടാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തെ അനുഭവങ്ങളുണ്ട് എനിക്ക് എം ടിയുമായിട്ട്, പലർക്കും ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ഒരുപാട് എഴുത്തുകാർക്കും അതുപോലെ ഒരുപാട് വായനക്കാർക്കും ഉള്ള. അപ്പോൾ എം ടിയുടെ ഒരു നല്ല വായനക്കാരിയാണ് ശരിക്കും ഞാൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഞാൻ മനസ്സിരുത്തി വായിച്ചിട്ടുണ്ട്. എഴുതാനുള്ള പ്രേരണ, ശരിക്കും ഉൾപ്രേരണ ഉണ്ടായത് തന്നെ എം ടിയുടെ കൃതികൾ വായിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. കാരണം ഗ്രാമീണതയുടെ നിഷ്കളങ്കതയാണല്ലോ അതിലുള്ളത്. നഗരവാസിയായ എനിക്ക് ഗ്രാമീണതയുടെ അനുഭവങ്ങൾ കൊണ്ടുവന്ന് തന്നത് എം ടിയാണ്. എം ടിയും അതുപോലുള്ള മറ്റ് കഥാകൃത്തുക്കളൊക്കെയാണ്. പക്ഷേ എം ടിയുടെ കഥകളിൽ ആ ഭാഷ ഇന്നും മനുഷ്യർ ആസ്വദിക്കുന്നതാണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഈ ഭാഷയുമാണ് ശരിക്കും എം ടിയുമായിട്ട് മനുഷ്യനെ അടുപ്പിക്കുന്നത്, എല്ലാ തലമുറയിലുമുള്ള. ഇപ്പം ഞങ്ങളൊക്കെ വായിച്ചു വളർന്നു, ഞങ്ങളുടെ മക്കളൊക്കെ ആര് വായിച്ചാലും ഇന്നും പുതുമ തോന്നുന്ന ഒരു ശൈലിയും ഭാഷയും അദ്ദേഹത്തിൻ്റെ ആർജവവും എല്ലാമാണ് ആ കൃതികളിൽ കാണുന്നത്. എപ്പോഴും ഞാൻ എൻ്റെ വായനക്കാരോട് എന്ത് പറയും എന്നാണ് അദ്ദേഹം ചോദിക്കുക. എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹം വായനക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുന്നുണ്ടായി, എം ടി ഏകാഗിതയുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം എഴുതിയിരുന്നു. അപ്പോൾ ആ പുസ്തകം എഴുതാൻ വേണ്ടി 3 വർഷം ഞങ്ങൾ ഒന്നിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് എന്നെ വിളിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കും. അപ്പോൾ എനിക്ക് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കഥകൾ എം ടി എന്ന മനുഷ്യൻ ശരിക്കും പൊതുജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആളുകളുമായിട്ടൊരു അദൃശ്യമായ വേലി കെട്ടിയാൽ മതി. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തോട് അടുത്ത് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എല്ലാ കാര്യവും തുറന്നു പറയും. അങ്ങനെ അദ്ദേഹം സിനിമയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ പുസ്തകത്തിൽ ശരിക്കും ഞാൻ കൂടുതൽ സിനിമേനെ പറ്റിയിട്ടാണ് എഴുതിയത്. അദ്ദേഹം പറഞ്ഞു തന്ന പണ്ട് കാലത്ത് ഈ ട്രോളിയൊന്നും ഇല്ലാത്ത കാലത്ത് ഈ റബ്ബറിൻ്റെ ടയർ വെച്ചിട്ട് ഉന്തിയിട്ട് അതിൻ്റെ മേലെയാണ് അത്ര ട്രോളിയാക്കിയത്. അന്നും എം ടി എല്ലാ കാര്യത്തിലും ആദ്യാവസാനം സിനിമ തീരുന്നവരെ, തിരക്കഥ ആണ് എഴുതിയതെങ്കിലും സിനിമ തീരുന്നവരെ ഞാൻ കൂടെ നിൽക്കും. അതിൻ്റെ എല്ലാ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യവും അദ്ദേഹം നോക്കും, പഠിക്കും. അങ്ങനെയുള്ള ഒരു ആർജവം, എന്ത് ചെയ്യുന്നതിനോട് 100% നീതി പുലർത്തുന്ന ഒരാളാണ് എം ടി. അപ്പോൾ അദ്ദേഹം അതേപോലെ മാതൃഭൂമിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് അറിയില്ല എന്നുള്ള മട്ടിൽ ആരോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്പോർട്സിനെ പറ്റി ആദ്യാവസാനം പഠിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ നമുക്ക് അറിയാത്തൊരു കാര്യം, അദ്ദേഹം കവിത ചൊല്ലുന്ന ആരെങ്കിലും വിശ്വസിക്കും. അദ്ദേഹം കാളിദാസ കൃതികളൊക്കെ അസലായിട്ട് ആദ്യാവസാനം അദ്ദേഹത്തിന് അറിയാം. എം ഡി ഏകാഗ്രതയുടെ വിസ്മയം എന്ന അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരി കെ പി സുധീര സംസാരിക്കുകയായിരുന്നു. എം ഡിയുടെ സർഗലാവണി നിറഞ്ഞ കൃതികളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്താനാണ് സുധീര ശ്രമിച്ചത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇപ്പോൾ നമ്മൾ കണ്ടത് കുട്ടിയെടുത്തി വിലാസിനി എം ഡിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ ആ ദൃശ്യമാണ്. കുറച്ച് നേരത്തെ ആയിരുന്നു ഈ സംഭവം. കുട്ടിയെടുത്തി എന്ന ഒറ്റ സിനിമയിലൂടെ വിലാസിനി എന്ന അഭിനേത്രിയുടെ പിറവി കുറിച്ച ചിത്രമായിരുന്നു കുട്ടിയെടുത്തി. പിന്നീട് വിലാസിനി അറിയപ്പെട്ടത് തന്നെ കുട്ടിയെടുത്തി വിലാസിനി എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നാടകരംഗത്ത് വളരെ സജീവമായി നിന്ന വിലാസിനി സിനിമാ രംഗത്തേക്ക് ചേക്കേറിയത് ഈ സിനിമയിലൂടെ ആയിരുന്നു. പിന്നീട് അവർക്ക് അസംഖ്യം സിനിമകൾ കിട്ടി. ഒരുപക്ഷെ ഒരു വലിയ അഭിനേത്രി വെള്ളിത്തിരയിൽ കാണാൻ മലയാളിക്ക് ഭാഗ്യവും കിട്ടി. നാടകവേദിയിൽ മാത്രം തിളങ്ങിയ വിലാസിനി കുട്ടിയെടുത്തി വിലാസിനിയായി രൂപപരിണാമം വന്നതോടെ സിനിമയിൽ വളരെ സജീവമായി. എം ഡിയുടെ വിടവാങ്ങൽ ഒരുപക്ഷെ അവർ ആലോചിക്കുമ്പോൾ, അവരുടെ ജീവിതയാത്രയിൽ ആലോചിക്കുമ്പോൾ താങ്ങാൻ കഴിയാത്ത കണ്ണീരായിരിക്കും ഇപ്പോൾ സമ്മാനിച്ചിട്ടുണ്ടാവുക. അത് താങ്ങാനാവാതെ അവർ കണ്ണീരണിഞ്ഞാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിപ്പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വിജയകുമാർ നമുക്കൊപ്പം തുടരുകയാണ്. എസ് കെ, ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതായിരുന്നു. എം ഡിയുടെ പുസ്തകങ്ങൾ, എം ഡിയുടെ ചെറുകഥകളോ നോവലുകളോ ഏതുമാവട്ടെ, അത് നമ്മൾ വായിക്കുമ്പോൾ അതിലൊക്കെ എം ഡി അമ്മ എന്ന ഓർമ്മ ഒരു നനുത്ത ഓർമ്മയായി ആ പുസ്തകങ്ങളിലാകെ വരും. അതിൽ അച്ഛൻ എന്നത് ഗൗരവമുള്ള അകലം പാലിക്കുന്ന ഒരാളാണ് എം ഡിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അമ്മ അങ്ങനെയല്ല. എല്ലാ ബുദ്ധിമുട്ടുകളെയും സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രമായിരിക്കും എം ഡിയുടെ കൃതികളിലെല്ലാം അമ്മ അങ്ങനെ തന്നെയാണ്. അതാണ് എം ഡിയുടെ അമ്മ ഓർമ്മയും അങ്ങനെ തന്നെയാണ്. എം ഡി അത് പല ഘട്ടങ്ങളിലും അത് അമ്മയെപ്പറ്റിയുള്ള ഓർമ്മകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഒരു ചിത്രത്തിന് മുന്നിൽ എം ഡി ഇങ്ങനെ ആ ചിത്രത്തെ നോക്കി നിൽക്കുന്ന ഒരു വാർത്താ ചിത്രം തന്നെ എം ഡിയുടെ വീട്ടിൽ നിന്ന്, പിന്നീട് എം ഡിയുടെ കൂടല്ലൂരിലെ വീട്ടിൽ നിന്ന് ഏതോ ഫോട്ടോഗ്രാഫർ പകർത്തിയ ആ ചിത്രം
പിന്നീട് പല ഘട്ടങ്ങളിലും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എം ഡി അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പറ്റി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത്യന്തം ഹൃദയസ്പർശിയാണ് ആ കുറിപ്പ്. അത് യഥാർത്ഥത്തിൽ അത് വായിക്കുന്നവർക്ക് എങ്ങനെയാണ് എം ഡിയും അമ്മയും തമ്മിലുള്ള ബന്ധം എന്നത് അത് വ്യക്തമാക്കുകയും ചെയ്യും. അതിൽ എം ഡി ഇങ്ങനെയാണ് അത് എഴുതുന്നത്. 1953 ജനുവരിയിൽ അമ്മയെ ചികിത്സയ്ക്ക് മദ്രാസിലേക്ക് കൊണ്ടുപോയി. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെ ഗൗരവമൊന്നും അന്ന് അറിഞ്ഞിരുന്നില്ല. മൂത്ത ജ്യേഷ്ഠനായിരുന്നു കൂടെ. ഒലവക്കോട് സ്റ്റേഷനിൽ പോയി ഞാൻ അമ്മയെ കണ്ടു. ഒരു സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ വിരിപ്പിട്ടിട്ടുണ്ട്. അമ്മ തലയിണയിൽ ചാരി കാൽ നീട്ടിയിരിക്കുന്നു. വണ്ടി പോകുന്നതിന് മുൻപ് അമ്മ കോന്തലയിൽ നിന്ന് എന്തോ എടുത്ത് എനിക്ക് നീട്ടി. 1 റുപ്പിക നാണയമായിരുന്നു അത്. പണമായി അതേ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 1 മാസത്തിന് ശേഷം അമ്മയെ തിരിച്ചു കൊണ്ടുവന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയമാണ്. ഞാൻ രാവിലത്തെ വണ്ടിക്ക് പോയി അമ്മയെ കണ്ടു. വൈകുന്നേരത്തെ വണ്ടിക്ക് മടങ്ങിയെത്തി. അമ്മ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പരവശനായി. ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് കട്ടിലിനരികെ നിന്നു. അമ്മയാകെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. വെളുത്തു തടിച്ച അമ്മയുടെ രൂപം എത്ര പെട്ടെന്നാണ് മാറിയത്. സംസാരിക്കാൻ വയ്യായിരുന്നു. എന്നെ കുറച്ചിടെ നോക്കി, പിന്നെ കണ്ണടച്ചു കിടന്നു. പരീക്ഷയ്ക്കിടയിലാണ് നാട്ടിൽ നിന്ന് ആൾ വന്നത്. വലിയേട്ടൻ്റെ കത്തുണ്ട്. അമ്മ തലേന്ന് രാത്രി മരിച്ചു. താൻ വരണ്ട, 14 വന്ന് ബലിക്ക് കൂടിയാൽ മതി. പരീക്ഷയൊക്കെ ശ്രദ്ധിച്ചെഴുതും. ഇതാണ് എം ഡിയുടെ അമ്മയെപ്പറ്റി എഴുതിയ ഒരു കുറിപ്പാണ്. അത് ഒരുപക്ഷെ അത് നമ്മൾ വായിക്കുന്ന ഘട്ടത്തിൽ നമ്മളുടെയും കണ്ണ് നിറഞ്ഞു പോകും. എം ഡിയുടെ കൃതികളിലെല്ലാം, എം ഡിയുടെ ചെറുകഥകളിലാവട്ടെ നോവലുകളിലാവട്ടെ ഒക്കെ, എം ഡിയുടെ ഓർമ്മകളിലൊക്കെ അത് എഴുതുന്ന ഘട്ടങ്ങളിലൊക്കെ എം ഡി അമ്മയെപ്പറ്റി എഴുതുമായിരുന്നു. അമ്മ സഹിച്ച പട്ടിണിയെപ്പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അതിൽ ബുദ്ധിമുട്ടുകളെ പറ്റി പറയുന്നുണ്ട്. പല കഥാപാത്രങ്ങളുടെയും രൂപങ്ങളിലാണ് ഇതൊക്കെ വരുന്നതെങ്കിലും അതൊക്കെ എം ഡിയും എം ഡിയുടെ അമ്മയുമായിരുന്നു എന്നത് പിന്നീട് എം ഡി എഴുതിയ കുറിപ്പുകളിൽ നിന്ന് അത് പ്രകടവുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം കുറിപ്പുകൾ, അത്തരം ഓർമ്മകൾ എം ഡി പലയിടത്തും പങ്കുവയ്ക്കുന്നുണ്ട്. എം ഡി വാചാലനാകുന്നത് വേദികളിലൊക്കെ ആണെങ്കിലും അമ്മയെപ്പറ്റിയുള്ള ഇത്തരം ഓർമ്മകളിലാണ്. അത് ആഴത്തിൽ അങ്ങനെ മനസ്സിൽ ആണ്ടുകിടക്കുന്നുണ്ട് എന്നത് ഈ കുറിപ്പുകൾ വായിക്കുമ്പോഴും ബോധ്യപ്പെടും. ഓക്കെ, എസ് വിജയകുമാറാണ് നമുക്കൊപ്പം